ഹലോ ഷെരീഫാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഇത് നമ്മുടെ എന്താണ് പറയുക, ക്യൂൺസ് ഓഫ് വിൻ്റർ ട്രക്ക് എന്ന് പറയുന്ന നമ്മുടെ കേദാർകാന്ത ട്രക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇവിടുന്ന് ട്രെയിനാണ് ഉത്തരാഖണ്ഡിലോട്ടുള്ള. ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഡെറാഡൂണിലെത്തി. അപ്പോൾ ഇവിടെ ഒരു പ്രീമിയം ലോഞ്ച് ഉണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് 30 രൂപ പെർ ഹവർ. അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഏകദേശം 7 മണിക്കാണ് ഇവിടുന്ന് മൂവി. നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ചൗക്കിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് സാങ്കരി പോകാനുള്ള വണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് കമ്പിമ്മ എന്നൊരു കാക്ക ചെറിയൊരു പണി തന്നേ. എന്താ പറ്റി എനിക്ക്? അതാ മറ്റേ ഡയലോഗില്ലടാ, കാക്ക തൂറിന്ന തോന്നണ്. ഓക്കെ സെറ്റേ കഴിഞ്ഞു. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ധാരാളം. ഫസ്റ്റ് നമ്മൾ മസൂരിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഫുൾ ത്രില്ലാ തോന്നുന്നത്. അങ്ങനെ പരസ്പരം പരിചയപ്പെട്ടും അതുപോലെ തന്നെ ട്രക്കിനെ കുറിച്ചുള്ള ചെറിയ ബ്രീഫൊക്കെ കൊടുത്ത് നമ്മുടെ യാത്ര തുടർന്നു. ഫ്രണ്ട്ലി മോഡറേറ്റ് ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇത് ഭയങ്കര ഡിമാൻഡ് കൂടിയ ട്രക്കാണ്. ക്യൂൺസ് ഓഫ് വിൻ്റർ ട്രക്ക് എന്നതിനെ പറയുന്നതോളം ബ്യൂട്ടിഫുൾ ആണ്. ഒരു ട്രയാങ്കിൾ ട്രക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല ഹെൽത്ത് കണ്ടീഷനായിരിക്കും. എല്ലാം ബ്യൂട്ടി മാക്സിമം എൻജോയ് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ നിൽക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം 2 പേരെങ്കിലും പെയറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ഇത് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത് അവിടെ നിർത്തുക. യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് ചെയ്യണമെന്നുള്ളത്. ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി. അതിന് മാത്രം വലിയൊരു സംഭവമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നു. പാട്ടുപാടിയും കളിച്ചും തമാശ പറഞ്ഞും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്ര. വൈകുന്നേരത്തോടു കൂടിയിട്ട് സാങ്കരി എത്തി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നാളത്തേക്കുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള കുറച്ച് ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും സുഖമായിട്ട് പോയിട്ട് ആ ഹിമാലയത്തിൻ്റെ സൈഡിൽ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ഇവിടെ വരിക. 8:30 ബ്രേക്ക്ഫാസ്റ്റ്. നേരെ ജൂഡയിൽ സ്നാക്സ് കിട്ടും.